ഹലോ, നമസ്കാരം, അസ്സാം വലൈക്കും. ഞാൻ ഡോക്ടർ ഫായിസ്. ഞാനൊരു ഫിസിഷ്യനാണ്. നമ്മൾ ആരോഗ്യ മേഖലയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കോമൺ ആയിട്ട്, വളരെ സാധാരണയായിട്ട് നമ്മൾ ആരോഗ്യ മേഖലയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഡയബറ്റീസ്, അല്ലെങ്കിൽ പ്രമേഹ രോഗം, അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന ഒരു പ്രശ്നം. അപ്പോൾ എന്താണ് ഈ ഡയബറ്റീസ്? ഈ ഡയബറ്റീസ് രോഗത്തിൻ്റെ എന്താണ് ലക്ഷണങ്ങൾ? പിന്നെ അതിൻ്റെ ഒപ്പം ഈ ഡയബറ്റീസ് നമുക്ക് പിടിപെടുകയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഈ ഡയബറ്റീസിനെ വരാണ്ടിരിക്കാൻ വേണ്ടിയും, ഇനി ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിലും ഈ ഭക്ഷണ രീതി എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കി പോവാം. അപ്പോൾ നമ്മൾ എന്താണ് ഡയബറ്റീസ്? നമ്മൾ ശരീരത്തിൽ അളവിൽ കൂടുതൽ ഷുഗർ കൂടുന്ന ഒരവസ്ഥയാണ് ഡയബറ്റീസ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം നമ്മുടെ രക്തത്തിലോട്ട് അത് അബ്സോർബ് ചെയ്യുന്നു. ആ രക്തത്തിൽ പോകുന്ന ഈ പറയുന്ന ഷുഗർ അത് ഇൻസുലിൻ, അതായത് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു അവയവത്തിൽ നിന്നും വരുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. അപ്പോൾ ഈ ഇൻസുലിൻ്റെ സഹായത്തോടു കൂടി ഈ പറയുന്ന ഷുഗർ നമ്മുടെ കോശങ്ങളിലോട്ട് കയറുകയും കോശങ്ങൾക്ക് ഊർജം നൽകാനായിട്ട് അത് ഉപയോഗപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻസുലിൻ്റെ കുറവ് കാരണം ഡയബറ്റീസ് സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അമിതമായിട്ട് ശരീരത്തിലോട്ട് ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം അല്ലെങ്കിൽ ഹൈ കാലറി ആയിട്ടുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിലോട്ട് കയറി പോകുമ്പോൾ ആവശ്യത്തിനുള്ളത് കോശങ്ങൾ ഉപയോഗിക്കുകയും മിച്ചം വരുന്നത് നമ്മുടെ ഓരോ അവയവങ്ങളിലും സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ലിവറിൽ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ 1-2 ദിവസം ഭക്ഷണം കഴിച്ചില്ല ഉണ്ടെങ്കിൽ ഈ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റിയിട്ട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിലും അധികമായിട്ടാണ് നമ്മുടെ ശരീരത്തിലോട്ട് കാലറീസ് അല്ലെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് അത് മറ്റ് ന്യൂട്രിയൻസ് കയറി പോവുകയാണെങ്കിൽ ഈ ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കുന്നു. ബാക്കിയുള്ളത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് ഓരോ അവയവങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിലും അത് ഈ പറയുന്ന അഡിപ്പോസ് ടിഷ്യൂസ് ഇതിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറും മധുരം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഈ ഷുഗർ വരുന്നത്. അധികം നമ്മുടെ ശരീരത്തിലോട്ട് ഭക്ഷണം അമിതമായിട്ട് കയറുമ്പോൾ അത് കൊഴുപ്പായിട്ട് മാറുന്നു. ആ കൊഴുപ്പ് പ്രത്യേകിച്ച് നമ്മുടെ ലിവറിൽ അത് സ്റ്റോർ ചെയ്യുന്നു, ലിവറിൻ്റെ ഫംഗ്ഷനെ ബാധിക്കുന്നു. പാൻക്രിയാസിൽ അത് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇൻസുലിൻ്റെ ഇൻസുലിൻ നമ്മുടെ പാൻക്രിയാസിൽ നിന്നും അതിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നു. അപ്പോൾ സത്യം പറയുവാണെങ്കിൽ ശത്രു കൊഴുപ്പാണ്. കൊഴുപ്പ് കാരണമാണ് ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന, എസ്പെഷ്യലി ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുന്നത്. ഈ പറയുന്ന നമ്മുടെ ശരീരത്തിലും അവയവങ്ങളിലും കൊഴുപ്പ് അടിഞ്ഞു ചേരുമ്പോഴാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ? ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അസുഖം ഒരു 1-2 ദിവസം കൊണ്ട് വരുന്ന ഒരു അസുഖമല്ല. കുറേ സമയം എടുത്തിട്ട് തന്നെ വരുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് ആദ്യം നമുക്ക് ദാഹം വർദ്ധിക്കും. ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ ദാഹം വർദ്ധിക്കും. അതല്ലാണ്ട് നമുക്ക് വിശപ്പ് കൂടും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മൂത്രത്തിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ ശരീരത്തിൽ നിന്നും ഈ ഷുഗർ കൂടുമ്പോൾ നമ്മുടെ മൂത്രത്തിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ ഇങ്ങനെ അതല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ ബാക്കി ലക്ഷണങ്ങളും ഉള്ള ഒരു അസുഖമാണ് ഡയബറ്റീസ്. പക്ഷേ ഈ ത്രിമൂർത്തികൾ ലക്ഷണങ്ങൾ ആരിലെങ്കിലും കാണപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അവരുടെ ഷുഗർ ചെക്ക് ചെയ്യണം. പിന്നെ ഈ ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കുറേ സമയത്തിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഷുഗർ കൂടുവാണെങ്കിൽ ഗ്ലൈക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലോട്ട് പോകുന്നു. അങ്ങനെ ഏകദേശം എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ്, പ്രമേഹ രോഗം. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മുടെ തലച്ചോറ് മുതൽ, ഹൃദയം മുതൽ, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മുതൽ, നമ്മുടെ വൃക്ക, ഇതുപോലെ നമ്മുടെ നാഡീ ഞരമ്പുകൾ, ഇങ്ങനത്തെ എല്ലാ അവയവങ്ങളെയും ഈ ഷുഗർ കാരണം ബാധിക്കുന്നു. അതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും പിന്നീട് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഹൃദയത്തിൽ ബ്ലോക്ക് സംഭവിക്കുന്നു.
അതായത് ഫാറ്റ്, അത് ലിപ്പിഡ് ഫാറ്റിൻ്റെ, അതായത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ മാത്ര കൂടുന്നു, ഷുഗറിൻ്റെ മാത്ര കൂടുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഹൃദയരോഗം പെട്ടെന്ന് സംഭവിക്കാം. പിന്നെ ഫാറ്റി ലിവറിൻ്റെ അസുഖം, അതല്ലാണ്ട് തന്നെ നമ്മുടെ വൃക്കകളെ ബാധിച്ചിട്ട് ഈ ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും പിന്നെ ഡയാലിസിസ്, ഇങ്ങനത്തെ പല കോംപ്ലിക്കേഷൻസും സംഭവിക്കാം. അപ്പോൾ കുറേയധികം കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു അസുഖമാണ് ഡയബറ്റീസ്. പിന്നെ ഈ ഡയബറ്റീസ്, ഇനി ആർക്കെങ്കിലും ഡയബറ്റീസിൻ്റെ സിംറ്റം കണ്ടു, ചെക്കപ്പ് ചെയ്തു, അതിൽ ഷുഗർ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യേണ്ടത്? ഇല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള, അതായത് ഡയബറ്റീസ് സംഭവിച്ചിട്ടില്ല പക്ഷേ ഭാവിയിൽ ഇനി ഡയബറ്റീസ് സംഭവിക്കാം, അവർക്കാണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത്. ഈ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഭക്ഷണത്തെ ശ്രദ്ധിക്കണം, എങ്ങനെ വ്യായാമം ചെയ്തിട്ട് ഈ പറയുന്ന ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം പറയുമ്പോൾ ഈ ഡയബറ്റീസിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണമാണ്. കാരണം ഞാൻ പറഞ്ഞു, ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് അധികം ശരീരത്തിലോട്ട് പോകുമ്പോൾ അത് ഫാറ്റായിട്ട്, കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രശ്നം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏകദേശം ഒരു ആവറേജ് വെയിറ്റുള്ള ഒരു ഭാരമുള്ള ഒരാൾക്ക് ഏകദേശം ഒരു 1000 കാലറീസ് ആണ് ഒരു ദിവസം ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഐഡിയൽ ഭക്ഷണം, നല്ല ഭക്ഷണം എന്ന് പറയുന്നത് 50% മാത്രം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം, പിന്നെ അതിൽ ബാക്കി വരുന്ന 25% അല്ലെങ്കിൽ ഒരു 25 മുതൽ 30% ഇതിൽ കൊഴുപ്പ് ആയിരിക്കണം, അതായത് ഫാറ്റ് ആയിരിക്കണം. ബാക്കി 20-25% പ്രോട്ടീൻ ആയിരിക്കണം. ഇതാണ് ഒരു നല്ല ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഡയറ്റ് എന്ന് പറയുക. പക്ഷേ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ലക്ഷദ്വീപിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഒരു ഏകദേശം 70 മുതൽ 80% നമ്മൾ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു. അപ്പോൾ അത് ശരീരത്തിന് ഈ ഊർജം ഉണ്ടാക്കാനായിട്ട് അതിലും അമിതമായി പോകുന്നു. അമിതമാകുമ്പോൾ അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നു, അത് പാൻക്രിയാസിൻ്റെയും ലിവറിൻ്റെയും ഒക്കെ ഫംഗ്ഷനെ ബാധിക്കുന്നു, അങ്ങനെ ഡയബറ്റീസ് ഡെവലപ്പ് ആവുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണത്തിൽ നിന്നും ഈ പറയുന്ന അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കണം. അതിൽ ഏറ്റവും നല്ലൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വേറെ ഉള്ള ഒരു മിസ്കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം പഞ്ചസാര കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഷുഗർ ഉണ്ടാവുന്നതാണ്. അല്ല, അതിനേക്കാളും കൂടുതൽ നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്ന ഒരു ഭക്ഷണമാണ് നമ്മുടെ അന്നജം അല്ലെങ്കിൽ ഈ പറയുന്ന ധാന്യം, അതായത് അരി ഭക്ഷണം, ഗോതമ്പ് ഭക്ഷണം, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഇതിലൊക്കെ ഏകദേശം ഒരു 80% ഇതിൽ ഷുഗറാണ്. അപ്പോൾ പഞ്ചസാരയിൽ 100% ബാക്കി അരി, ഗോതമ്പ് ഭക്ഷണം, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതിലൊക്കെ ഏകദേശം 80% ഷുഗറാണ്. അതല്ലാണ്ട് ഫ്രൂട്ട്സ്, 2 തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഒന്ന് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും, ഒന്ന് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്. പിന്നെ ഇവിടെ ഒരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷുഗറുള്ള ആൾക്കാർ ഫ്രൂട്ട്സ് കഴിക്കാമോ എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഷുഗറുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ഉദാഹരണത്തിന് ആപ്പിൾ ആയിക്കോട്ടെ, ഓറഞ്ച്, പേരക്ക, സബർജല്ലി, ഇതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ പെട്ടെന്ന് ഷുഗർ കൂടുന്നില്ല. പിന്നെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് മാമ്പഴം, മുന്തിരി, പൈനാപ്പിൾ, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെയാണ് നമ്മൾ കുറച്ച് എമൗണ്ട് കഴിക്കുമ്പോൾ തന്നെ ഇത് രക്തത്തിൽ പെട്ടെന്ന് ഷുഗറിനെ കൂട്ടുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ പഴവർഗ്ഗങ്ങൾ അധികം പഴുക്കരുത്, പിന്നെ അധികം എമൗണ്ട് ആവരുത്, പിന്നെ അതുപോലെ തന്നെ കഴിക്കുമ്പോൾ ഇടവേള വെച്ചിട്ട് വേണം ഇത് കഴിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ മാജിക്കലായിട്ടുള്ളൊരു ഭക്ഷണമുണ്ട്. മാജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഷുഗറിനെ കൂട്ടാത്ത ഒരു ഭക്ഷണം അതാണ് പച്ചക്കറി, വെജിറ്റബിൾസും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ. ഇത് നമ്മൾ മാക്സിമം നമ്മുടെ ഫുഡിലോട്ട് കൂട്ടണം. അത് എസ്പെഷ്യലി ഇപ്പോൾ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഫുഡ് പ്ലേറ്റ് എന്ന് പറയും, നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ പകുതി ഒരു ലൈൻ ഇട്ടിട്ട് ഒരു
പകുതി എമൗണ്ട് അത് ഫുള്ള് വെജിറ്റബിൾ ആക്കി മാറ്റുക. ബാക്കി കാൽ ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന പ്രോട്ടീൻസ്, മാംസ്യവും ഫാറ്റും ഇൻക്ലൂഡ് ചെയ്യുക. ബാക്കി വരുന്ന കാൽ ഭാഗത്ത് മാത്രമേ നമ്മൾ ഈ പറയുന്ന ധാന്യങ്ങൾ, അരിയും ഗോതമ്പും ബാക്കി ഈ പറയുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളും എടുക്കാവുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഫുഡ് പ്ലേറ്റ് ഒരു ഐഡിയൽ ഡയറ്റിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രോട്ടീൻ, അതായത് മാംസ്യം, നമ്മുടെ ഡയറ്റിൽ ഏകദേശം 20-25% ഞാൻ പറഞ്ഞു, അത് മാംസ്യമായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് മുട്ടയുടെ വെള്ള, അതുപോലെ തന്നെ മീൻ, ഇറച്ചി, ഈ കാര്യങ്ങളൊക്കെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യണം അവരുടെ ഫുഡിൽ. പക്ഷേ അധികമായി പോകരുത്, കാരണം ഷുഗർ കുറവാണെങ്കിലും അതിൽ കാലറീസ് കുറച്ച് കൂടുതലാണ്. പിന്നെ വരുന്നത് കൊഴുപ്പ് ഞാൻ വേറൊരു വീഡിയോയിലും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. കൊഴുപ്പ് 2 തരത്തിലുണ്ട്. ഒന്ന് സാച്ചുറേറ്റഡ് ആണ്, പിന്നെ ഒന്ന് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കൊഴുപ്പ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഭക്ഷണ രീതി പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വ്യായാമം, എക്സർസൈസ്. നമ്മൾ ദിവസത്തിൽ ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും, മിനിമം 30 മിനിറ്റെങ്കിലും നമ്മൾ എക്സർസൈസ് ചെയ്യണം. എക്സർസൈസ് തന്നെ പല രീതിയിലുള്ള എക്സർസൈസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എയറോബിക്സ്, ഫ്ലെക്സിബിലിറ്റി എക്സർസൈസ്, മസിൽ ബിൽഡിംഗ് എക്സർസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ ഈ പറയുന്ന ഷുഗറിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, ഷുഗർ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ 30 മിനിറ്റ് മൈൽഡ് ടു മോഡറേറ്റ് എക്സർസൈസ് ഡെയിലി ചെയ്യണം. ഒരു ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് നമ്മൾ എക്സർസൈസ് ചെയ്യണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ പിന്നൊരു കാര്യം, നമ്മൾ ഇപ്പോൾ ഈയിടെയായിട്ട് എല്ലാവരും ഈ ബൈക്കും കാറും അധികം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എക്സർസൈസിൻ്റെ ശീലം വളരെ കുറഞ്ഞു. അപ്പോൾ നമ്മൾ മാക്സിമം ഇപ്പോൾ ഇരിക്കുന്ന ആളാണെങ്കിൽ നിൽക്കാൻ ശ്രമിക്കുക. അത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ശരീരത്തിലെ ഊർജ്ജം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റും അത് ഉപയോഗപ്പെടും, അത് കുറയുകയും ചെയ്യും. പിന്നെ നിൽക്കുന്ന ആൾ നടക്കുന്ന ആൾ ഓടുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കാണ്ടിരിക്കുക, നമ്മൾ പടി കയറുക. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ സൈക്ലിംഗ്, ഏറ്റവും നല്ലൊരു എക്സസൈസാണ് സൈക്ലിങ്. ചെറിയ ഡിസ്റ്റൻസിലോട്ടൊക്കെ നമ്മൾ സൈക്കിൾ ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വ്യായാമ രീതി ഒന്ന് മെച്ചപ്പെടുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെ വളരെ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരും. പിന്നെ ഈ പറയുന്ന പ്രമേഹ രോഗം, വേറൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, പ്രമേഹ രോഗമുള്ള ആൾക്കാർ ഒരിക്കലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് അവരുടെ ഈ പറയുന്ന മരുന്നുകൾ ഉപേക്ഷിക്കരുത്. ഭക്ഷണം ശ്രദ്ധിക്കുക, വ്യായാമം നന്നായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം. പിന്നെ മരുന്ന് കൂട്ടുന്നതും കുറയ്ക്കുന്നതും എപ്പോഴും അത് ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്വന്തം രീതിയിൽ നമ്മൾ മരുന്ന് കഴിച്ചാൽ, മരുന്ന് ഉപേക്ഷിച്ചാൽ അത് ഈ പറയുന്ന വളരെ വിപത്തിലോട്ട്, നമ്മൾ വളരെ കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ കൊണ്ടു ചെന്നെത്തിക്കും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക.